അപൂർവ ശിക്ഷാവിധിയുമായി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി കരിവെള്ളൂരിലെ പോലീസുകാരി ദിവ്യശ്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് പെരളം സ്വദേശി രാജേഷിന് 3 ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 3 ജീവപര്യന്തം എന്നത് അപൂർവമാണെന്നും മരണം വരെ ജയിൽ എന്നതിന് തുല്യമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ പറഞ്ഞു. വനിതാ സിവിൽ പോലീസ് ഓഫീസറെ കൊടുവാൾ കൊണ്ടുവെട്ടി കൊലപ്പെടുത്തുകയും തടയാനെത്തിയ യുവതിയുടെ പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് പ്രതി പെരളം സ്വദേശി രാജേഷിന് 3 ജീവപര്യന്തം ലഭിച്ചത്. തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദാണ് വിധി പ്രസ്താവിച്ചത്. പിഴത്തുകയായ 2 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ 2 വർഷം അധികം തടവും വിധിയിലുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ ഹാജരായി. അപൂർവവും ഒരു കേസിലെ വേഗതയേറിയ വിധിയാണിതെന്നും അജിത് കുമാർ പറഞ്ഞു. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഒരു ഡെത്ത് പെനാൽറ്റി കൊടുക്കണം, മാക്സിമം പണിഷ്മെന്റ് കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കോടതി പക്ഷേ 3 ജീവപര്യന്തം വളരെ അപൂർവമായിട്ടുള്ള ഒരു അപൂർവം വിധിയായിട്ടാണ് പ്രോസിക്യൂഷൻ കാണുന്നത്. 3 ജീവപര്യന്തം കൊടുത്തിട്ടുണ്ട്. ജീവപര്യം എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെയാണ്. അതിനു പുറമെ ഒരു 7 വർഷം തടവുമുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ ജീവിത അവസാനം വരെ അയാൾ ജയിലിൽ കിടക്കുക എന്നുള്ള രീതിയിലാണ് കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൃശൂർ ആംഡ് ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരി കൊമ്പലിലെ പി ദിവ്യശ്രീ 2024 നവംബർ 21 വൈകിട്ട് വീട്ടിൽ വെച്ചാണ് കൊല ചെയ്യപ്പെടുന്നത്. ദിവ്യശ്രീയുടെ ഭർത്താവ് കൊഴുമൽ കോട്ടൂർ പെരളത്തെ കെ രാജേഷ് ആസൂത്രിതമായാണ് കൊല ചെയ്തത്. സംഭവ ദിവസം രാവിലെ കണ്ണൂർ കുടുംബ കോടതിയിൽ വിവാഹമോചനം ആവശ്യപ്പെട്ട് ദിവ്യശ്രീ ഹാജരായിരുന്നു. ഇതേ തുടർന്നുള്ള പ്രതികാരമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വിധിയിൽ സന്തോഷമെന്ന് സഹോദരൻ രാകേഷ് പറഞ്ഞു. ഇതിൽ സന്തോഷമുണ്ട്. എന്തുകൊണ്ടും നഷ്ടപ്പെട്ട് നമുക്ക് ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല. എന്നാലും വിധി സന്തോഷകരമായ വിധി തന്നെയാണ്.